പെരിങ്ങോം അഗ്നിരക്ഷാ നിലയത്തിന്റെ പുതിയ കെട്ടിടം 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനം ഉത്സവമാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇതിന് അത്യാവശ്യമായി വേണ്ട ചില സംവിധാനങ്ങൾ ഈ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നില്ല. അതിന് പരമായി ഈ ഉദ്ഘാടനം നീട്ടി വീണ്ടും നമ്മുടെ MLA ശ്രീ ടി എം അസൂറിന്റെ ശ്രമകരമായി 26 ലക്ഷം രൂപ കൂടി അഡീഷണലായിട്ട് അനുവദിച്ചിട്ടാണ് ഇപ്പോൾ ഇടപ്രവർത്തനം. അന്ന് അത്യാവശ്യം പരിഹരിക്കേണ്ടതായ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം, അഗ്നിസുരക്ഷാ വിഭാഗം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റാണ്. നിരവധിയായ സഹായങ്ങൾ, പ്രകൃതി ദുരന്തമാവട്ടെ, മറ്റ് വാഹനാപകടങ്ങളാവട്ടെ, അത്യാവശ്യം നമ്മുടെ കിണറിൽ ഒരു വളർത്തുമൃഗം വീഴുന്നതാവട്ടെ, ഇനി അവസാനം നമ്മുടെ ഒരു കൊച്ചു കുട്ടി ആ കുട്ടിയുടെ കയ്യിൽ മോതിരം ഊരാൻ പറ്റാതെ ഇറുകിപ്പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ ആ ഒരു വീണ്ടെടുക്കുന്നത് വരെ നമ്മുടെ ഈ സേവനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. 7 പഞ്ചായത്തുകളാണ് ഇവിടെ പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ഒരു അധികാര പരിധിയിൽ കൂടി 7 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നത്. ഈ 7 പഞ്ചായത്തുകളിലും രാത്രിയെന്നോ പകലെന്നോ സമയം നോക്കാതെ കഴിഞ്ഞ അതിവർഷകാലത്തെല്ലാം ഏറ്റവും നല്ല സേവനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ 22-ാം തീയതി 3:30 മണിക്ക് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയാണ്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 3:30 മണിക്ക് ഉദ്ഘാടനത്തിന് നല്ല ഒരു ജനപങ്കാളിത്തം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ നിലയിലും ഇനിയും കുറച്ചുകൂടി ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചില ആക്ഷേപം ജില്ലയിൽ അത്യാവശ്യം